നീ എക്സാം സെന്ററിൽ നിന്നാണോ സംസാരിക്കുന്നത്? അല്ല, വീട്ടിലെല്ലാരും അറിഞ്ഞു. മുത്തശ്ശി എന്നെ റൂമിലടച്ച് പൂട്ടിയിട്ടിരിക്കുക. ഒരു മിനിറ്റ് ലൈനിൽ നിൽക്ക്. ചേച്ചി, ശിവാനിയെ എക്സാം എഴുതാൻ സമ്മതിക്കാതെ വീട്ടിനകത്ത് പൂട്ടിയിട്ടിരിക്കുകയാണെന്ന്. അയ്യോ, ഇങ്ങതാ ശിവാനി. ആ ലക്ഷ്മി, എനിക്കിന്ന് എക്സാം എഴുതാൻ പറ്റിയില്ലെങ്കിൽ എന്റെ കഷ്ടപ്പാടൊക്കെ എല്ലാം വെള്ളത്തിലാവും. നീ കരയാതിരിക്ക ശിവാനി. എന്തെങ്കിലുമൊക്കെ ചെയ്ത് എന്നെ ഈ വീട്ടിൽ നിന്ന് നിങ്ങളൊന്ന് പുറത്തിറക്കോ പ്ലീസ്. ശരി, 5 മിനിറ്റിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ? എന്തു പറ്റി ചേച്ചി? പാവം, എക്സാം എഴുതാൻ കഴിഞ്ഞില്ലെങ്കിൽ വീണ്ടും ഒരു അവസരം കിട്ടുമോ ഇല്ലയോ എന്ന് ഓർത്ത് വിഷമിച്ചിരിക്കും അവള്. ഏട്ടനോട് പറഞ്ഞാലോ? ആ വീട്ടിൽ പോവില്ലല്ലോ. പിന്നെങ്ങനാ ശിവാനിയെ സഹായിക്കാൻ പറ്റില്ലേ? ചെയ്യണം. നമുക്ക് സഹായിക്കണമെങ്കിൽ ഏട്ടൻ വീട്ടിൽ നിന്ന് പുറത്തു പോകണം. മോളെ ലക്ഷ്മി. ഏട്ടാ, ദാ വരുന്നു. വാ, വാ, വാ. വന്നേ. എപ്പ നോക്കിയാലും എല്ലാരും ഒരുമിച്ചാ. നിങ്ങളുടെ ചേട്ടൻ എല്ലാ ജോലികളും ഒറ്റയ്ക്ക് ചെയ്യണോന്ന് വെച്ചാൽ കഷ്ടമല്ലേ? നിങ്ങൾ ഓരോരുത്തരും ഓരോ ജോലിയായിട്ട് ചെയ്യാത്തെന്താ? എന്റെ അമ്മായി, അവർക്കിപ്പോ തൽക്കാലം ഒരു ജോലിയുമില്ല. അമ്മായി ഇറങ്ങാൻ നോക്ക്. എവിടെ പോവാ ഏട്ടാ? ദേ പുറകെ വിളിച്ചു. ഇനി എന്തെങ്കിലും നടക്കുമോ? എന്റെ സഹോദരിമാരെ പുറകെ വിളിച്ച പോകുന്ന കാര്യത്തിന് ഒരു തടസ്സം ഉണ്ടാവില്ല. വേണുഗോപാലിനെ കാണാനായിട്ട് പോവാ. എന്തു പറ്റി? വേഗം പോവേട്ടാ. എന്താ മക്കളെ? അത് എന്തെങ്കിലും പ്രധാനപ്പെട്ട ജോലിയായിരിക്കില്ലേ? അതാ വേഗം പോവാൻ പറയുന്നത്. പ്രധാനപ്പെട്ട കാര്യം തന്നെയാ, ലക്ഷ്മിയുടെ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട്. ഇങ്ങനെ നിന്നാലേ സമയം പോകുന്നത് അറിയില്ല. വരാൻ നോക്ക്. ശരി, പോയിട്ട് വരാവേ. ആന്റി ഏട്ടനെ തിരികെ വരാൻ ഉറപ്പായും കുറെ സമയം എടുക്കും. അതിനുള്ളിൽ ശിവാനിയെ എക്സാം സെന്ററിലേക്ക് കൊണ്ടുപോകണം. എങ്ങനെ? നമ്മൾ പോയിട്ട് വരാം. ഗംഗ ചേച്ചി, നിങ്ങൾ വേഗം പോവാൻ നോക്ക്. അവള് വന്നാ ചേച്ചിയെ വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും സമ്മതിക്കില്ല. വേഗം പോവാൻ നോക്ക്. വാ ചേച്ചി, വേഗം പോ, വേഗം പോ. ഗംഗ, എന്താ ഇങ്ങനെ ചിരിക്കുന്നേ? എന്ത് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു? ആലോചിച്ചോണ്ടിരിക്കുക. ആണോ? വേറെന്ത് ചെയ്യാനാ? ഞാൻ ഇങ്ങോട്ട് വന്നിട്ടും ഒരു ചായയോ കോഫിയോ തരണമെന്ന് തോന്നിയില്ല? വീട്ടില് പാലില്ല. ഇല്ല. എപ്പ നോക്കിയാലും എന്തെങ്കിലും ഒന്നില്ല. നാളെ ഞാൻ ഈ വീട്ടിലേക്ക് കയറി വരേണ്ടതല്ലേ? കഷ്ടം തന്നെ. നിനക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാനാ നിന്നോട് വേറെ വഴി നോക്കാൻ പറയുന്നത്. ഞാനല്ലാതെ ഗൗതമേട്ടന് ലോകസുന്ദരി ഭാര്യയായിട്ട് വരുമെന്ന് വിചാരിച്ചിരിക്കുകയാണോ? ഇതിലും വലിയ സുന്ദരി ഞങ്ങളും കണ്ടിട്ടില്ല. ശരിയാ. അല്ല, ലക്ഷ്മിയും ശ്രീദേവി എവിടെ? എന്തോ ജോലി ചെയ്തോണ്ടിരിക്കുക. വേണമെങ്കിൽ നീയും കൂടി പോയി അവരെ സഹായിക്ക്. അയ്യോ, അതൊന്നും വേണ്ട. എന്നെ കൊണ്ട് ജോലിയൊന്നും എടുക്കാൻ പറ്റില്ല. എന്തോ അടി. ഇവരിപ്പോഴെങ്ങും പോകുന്ന ലക്ഷണമല്ല ചേച്ചി. എനിക്കും അങ്ങനെ തോന്നുന്നേ. ചേച്ചി, ഇവര് കാവൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായി ശിവാനി ആ മുറിയിലായിരിക്കും അടച്ചിരിക്കുന്നത്. അതെ ശ്രീദേവി, ഇപ്പൊ എന്ത് ചെയ്യും? പുറകിൽ വാതിലോ ജനലോ ഉണ്ടെങ്കിൽ നമുക്ക് അതുവഴി പോകാം. അത് നമ്മളെ കൊണ്ട് പറ്റുമോ? ബുദ്ധി മതി ചേച്ചി, വാ വഴി പോകാം. നടക്ക്.
ലക്ഷ്മിക്ക് ഫോൺ ചെയ്തിട്ടും ഒരു പ്രയോജനം ഇല്ലാതെ പോയല്ലോ. അല്ല, അവരുടെ ഏട്ടനോട് പറയാതെ അവരെങ്ങനെ വരാനാ? ഛെ, ഞാനത് ഓർത്തേയില്ലല്ലോ. ശിവാനി, ശിവാനി, വാ, ശിവാനി ഇങ്ങ് വാ. നിങ്ങൾ എന്താ ഇവിടെ? പെട്ടെന്ന് തുറക്ക. ആ, വേഗം വേഗം. ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച്. ഇളക്ക് ഇളക്ക് ഇളക്ക്. വാ ലക്ഷ്മി. ലക്ഷ്മി, നിങ്ങൾ എന്താ ഇങ്ങനെ വന്നേ? പുറത്ത് കാവലിന് ആളുണ്ട്. ആ, അവരുടെ കണ്ണിപ്പെട്ടാലേ നിന്നെ സഹായിച്ചതിന് അവരെ രണ്ടുപേരും ഞങ്ങളെ കൊന്നാളായി. സമയം കളയണ്ട ശിവാനി, എക്സാം തുടങ്ങാൻ സമയമായി. വേഗം പോവാൻ നോക്കാം. ഗൗതം ചേട്ടനോട് പറഞ്ഞിട്ടാണോ വന്നേ? ഏട്ടനോട് പറഞ്ഞ ഇങ്ങോട്ട് വരാൻ സമ്മതിക്കില്ല. നിന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്നൊന്ന് രക്ഷിച്ചു കഴിഞ്ഞാ പകുതി ജോലി കഴിഞ്ഞു. നീ പരീക്ഷാ ഹാളിലേക്ക് എത്തുമ്പോഴേക്കും ഞങ്ങൾ വീട്ടിലെത്തിക്കോളാം. ഒരുപാട് നന്ദിയുണ്ട്. അതൊക്കെ പിന്നെ, നീ വേഗം വാ ശിവാനി. വാ, സഹായിക്ക്. വാ, വാ, വാ. അയ്യോ, ഹോൾ ടിക്കറ്റ് അതെവിടെ ഇരിക്കുന്നത്? ആ മേശയിലുണ്ട്. ഒന്ന് എടുത്തിട്ട് വരുമോ? അയ്യോ, ഒരു മിനിറ്റ്. എന്താ ശിവാനി, എങ്ങനെ നീ മറന്നേ? അയ്യോ, എടാ ശിവാനി മോളെ, ശിവാനി മോളെ, കുടിക്കാൻ വെള്ളം വേണോ? അവിടെ തന്നെ ഉണ്ടടാ. ഓ, ശിവാനി മോക്ക് എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. ശിവാനി മോള് നല്ല ദേഷ്യത്തിലാ, അതുകൊണ്ടായിരിക്കും ഒന്നും മിണ്ടാത്ത. വല്ല ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുമായിരിക്കും. ആടാ ശരി, നമുക്ക് പുറത്ത് തന്നെ നിൽക്കാം. ആ ചേച്ചി, ഒരു കാര്യം ചെയ്യാമോ? ശിവാനി റൂമിലുള്ളത് പോലെ 1 മണിക്കൂർ ഒന്ന് മാനേജ് ചെയ്യാമോ? അതിനുള്ളിൽ ശിവാനി എക്സാം ഹാളിലേക്ക് എത്തിയിരിക്കും. അതിനുശേഷം വന്നാ മതി. അയ്യോ, ഞാനോ? ആ, പ്ലീസ് ലക്ഷ്മി, നിനക്കാവുമ്പോ മാനേജ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ പോയിട്ട് വരാം ചേച്ചി. സൂക്ഷിക്കണേ. ഹാ, വന്നേ ശിവാനി. ആ. വരൂ. നിങ്ങൾ ഇവിടെ തന്നെ നിന്നാ മതി. സർ. വാ ശിവാനി. എങ്ങനെയൊക്കെ ഒരു വിധത്തില് നമ്മളിവിടെ എത്തിപ്പെട്ടു. നിന്നോടും ലക്ഷ്മിയോടും എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് പോലും അറിയില്ല. അയ്യോ, നീ സോറി പറഞ്ഞോണ്ട് നിന്നാലേ എക്സാമിനർ നിന്നോട് സോറി പറയും. അവർ നിന്നെ അകത്തേക്ക് വിടില്ല. അറ്റ്ലീസ്റ്റ് ഗേറ്റ് വരെയെങ്കിലും ഞാൻ വരാം. ശരി, വാ പോന്നേ. കേറിക്കൊള്ളൂ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശ്രീദേവി. എക്സാം ഞാൻ നന്നായിട്ട് എഴുതും. അതിനു വേണ്ടിയല്ലേ നിന്നെ കൂട്ടിക്കൊണ്ടുവന്നത്. എക്സാം നന്നായിട്ട് എഴുതാൻ എന്റെ പ്രിപ്പറേഷൻ ഒരു കാരണമായേക്കാം. പക്ഷേ ഞാനിവിടെ എത്തിയത് നിങ്ങളുടെ സഹായം കൊണ്ടാ. ശരി മോളെ, നീ പെട്ടെന്ന് അകത്തേക്ക് പോ. ഓക്കെ, കേറിക്കോളൂ. ബൈ ബൈ. എന്റെ അമ്മോ, എങ്ങനെയൊക്കെയോ ശിവാനി എക്സാം ഹാളിലേക്ക് പറഞ്ഞയച്ചു. ഇനി ദൈവത്തിന് പോലും തടുക്കാൻ പറ്റില്ല. എല്ലാം കഴിഞ്ഞു. ശിവാനിയുടെ ചേട്ടൻ ഇവിടെ ഉള്ളത് അറിഞ്ഞില്ലല്ലോ. താൻ ചെല്ല്. ഓക്കെ സർ. അയ്യോ, അടുത്തേക്ക് വരുന്നല്ലോ. എന്തായാലും ശിവാനിയുടെ ഏട്ട എന്നെ കണ്ടു. എന്നെ കണ്ടത് കുഴപ്പമില്ല, ശിവാനിയെ കാണാതിരുന്നാ മതിയായിരുന്നു.
ശ്രീദേവി, ശ്രീദേവി, നിന്റെ പേരെടുത്ത് വിളിക്കുമ്പോ ഇങ്ങനെ കേൾക്കാത്ത പോലെ പോരുത്. എന്നെ കാണാത്ത പോലെ അഭിനയിക്കുകയും ചെയ്യരുത്. നിക്കണം അവിടെ. നീ എന്താ ഇവിടെ? ഇവിടെ എക്സാം അല്ലേ, അതിനാ വന്നത്. ഇവിടെ എന്ത് എക്സാം ആണ് നടക്കുന്നത് നിനക്കറിയോ? ആ എസ്ഐ എക്സാം അല്ലേ നടക്കുന്നത്. ഞാനും അപ്ലൈ ചെയ്തിട്ടുണ്ട്, നന്നായി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഞാനും എഴുതാൻ പോവാ. ഈ എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ ആദ്യം ഡിഗ്രി പാസ്സാവണം. നീ ഇപ്പൊ ഡിഗ്രിക്ക് പഠിക്കുന്നല്ലേ ഉള്ളൂ. ആരാ പറഞ്ഞത്? ഞാനും ഡിഗ്രി ഹോൾഡറാ. അതേ ഡിഗ്രി തന്നെ. ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, അങ്ങനെ 3 വർഷങ്ങളുണ്ടല്ലോ. വർഷക്കണക്കിന് തോറ്റു ഡിഗ്രിക്ക് പഠിക്കുന്ന സ്റ്റുഡന്റ് ഞാനല്ല. ഞാൻ ഫസ്റ്റ് ക്ലാസ് സ്റ്റുഡന്റാ. നന്നായിട്ട് പഠിക്കും, എല്ലാം ക്ലിയറാ. എനിക്ക് ഒരു സപ്ലി പോലും ഇല്ല. നിക്ക്, എക്സാം സെന്റർ അവിടെയല്ല, ഇവിടെ. ഇവിടെയാണ്. ഇങ്ങോട്ട്. ആ ഇപ്പൊ തന്നെ സമയേ, വേഗം ചെല്ല്. ഇന്നെന്റെ അനിയത്തി ശിവാനിയും ഇവിടെ എക്സാം എഴുതുന്നുണ്ട്. അറിയായിരിക്കുമല്ലോ അല്ലേ? എന്തോ ഞാനെങ്ങനെ അറിയാനാ? ആ വീട്ടിലെ കാര്യങ്ങള് ഞാൻ അറിയേണ്ട കാര്യമില്ലല്ലോ. എന്റെ അനിയത്തിക്ക് ആവശ്യമുണ്ടല്ലോ, എപ്പോഴും അങ്ങോട്ട് വരുന്നതല്ലേ. നിന്റെ ഏട്ടന് ഞങ്ങളോട് ദേഷ്യം ഉണ്ടാവും, പക്ഷെ എന്റെ അനിയത്തിക്ക് നിങ്ങളെന്ന് പറഞ്ഞാൽ ജീവനാണ്. ശരിയെന്നാ, സമയേ, വേഗം ചെല്ല്. ശിവാനിയുടെ ചേട്ടനെ പറ്റിച്ചിട്ട് വേറെ വഴിയെ പോകാം. നിക്കേ, ഹാൾ ടിക്കറ്റ് ഒന്ന് കാണിച്ചേ. ആ ഹാൾ ടിക്കറ്റ് ഒന്ന് കാണിക്കേ. ആ അതെ, ഹോൾ ടിക്കറ്റ് അല്ലേ? അതെന്റെ ഫ്രണ്ട് അകത്തേക്ക് കൊണ്ടുപോയിരിക്കോ. അവളുടെ കയ്യിൽ എന്റെ ഹോൾ ടിക്കറ്റ് ഉള്ള. സെക്യൂരിറ്റി, അതെനിക്ക് അറിയാവുന്ന കുട്ടിയാ. ഓക്കെ സർ. ഹാൾ ടിക്കറ്റ് ഇല്ലെങ്കിൽ സാറില്ല, കയറ്റി വിട്ടേക്ക്. ശരി. ഓക്കെ ഉള്ളൂ. ഹലോ, ആരാ? ഇത് ഞാനാണ് മുത്തശ്ശി. പറയൂ ദേവ. മുത്തശ്ശി, ഗൗതം ആൺകുട്ടിയായതുകൊണ്ട് എവിടെ വേണമെങ്കിലും ഒറ്റയ്ക്ക് പോവും. എന്നാൽ അവൻ്റെ സഹോദരിമാര് എവിടെ അവര് പുറത്തേക്ക് പോയാലും ഒരാളെ കൂട്ടിന് കൂട്ടാറുണ്ട്. എന്താ ശരിയല്ലേ? ശരിയാ ദേവ. പുറത്തു പോയാലും ആശുപത്രിയിൽ പോയാലും ശുഭകാര്യത്തിന് പോയാലും ആരുടെയെങ്കിലും മരണത്തിന് പോയാലും അനിയത്തിമാരെ കൂടെ നിർത്തി കാവൽ നിൽക്കുന്ന ആളാണ് ഗൗതം. പിന്നെന്താ മുത്തശ്ശി, ശ്രീദേവി തനിച്ചു വന്നിരിക്കുന്നത് ഇവിടെ SI എക്സാം നടക്കുന്ന സെന്ററിൽ. അവൾ എന്ത് എക്സാം എഴുതാനാ? അവളും പോലീസ് ആകണമെന്ന് ആഗ്രഹിക്കുന്നു. എന്റെ പേരക്കുട്ടി പോലീസായതോടെ എല്ലാവർക്കും ആ പദവി കിട്ടണമെന്നുള്ള മോഹമാണ്. പക്ഷേ അതെങ്ങനെ നടക്കാനാ? എന്റെ കാര്യം വിട്ടേക്ക് മുത്തശ്ശി, ആദ്യം ഗൗതമിന്റെ കാര്യം നോക്ക്. ഒറ്റയ്ക്ക് അവളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തോ ഇവിടെ നടക്കാൻ പോകുന്നു എന്നാണ് അർത്ഥം. നമുക്ക് എന്താ നടക്കാൻ പോകുന്നെന്ന് കാത്തിരുന്ന് കാണാം. ശരി മോനെ. രാധാമണി, നിങ്ങളുടെ ഭർത്താവ് പോലീസ്, ഞാൻ പലിശയ്ക്ക് കൊടുക്കുന്നവനാ. ഒരു ഈടുമില്ലാതെ 5 ലക്ഷമോ 6 ലക്ഷമോ കൊടുത്താലേ നാളെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാലോ? നിങ്ങൾ എങ്ങനെയാ കൊടുത്തതെന്ന് എന്നോട് ചോദിക്കും. മാത്രമല്ല പോലീസ് കേസും ഉണ്ടാവും. രാധാമണി, വേണു ചേട്ടാ, വേണമെങ്കിൽ ഞാൻ എന്റെ മോളെ കൊണ്ട് സത്യം ചെയ്യാം. എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇദ്ദേഹത്തിന്റെ പണവും വാങ്ങിയിട്ട് നമ്മൾ എങ്ങോട്ടും പോവില്ല എന്ന് ഇദ്ദേഹത്തിനൊരു വിശ്വാസം വരണ്ടേ? പലിശ അല്പം കൂടുതലായാലും ഒരു കുഴപ്പമില്ല. ഗൗതം,
വെറുതെ ഓരോ ഭാരങ്ങൾ ഏറ്റുപിടിക്കാതെ. രാധാമണി, ഗൗതം പറയുന്നത് ശരിയാണ്. പണയം വയ്ക്കാൻ ഒന്നുമില്ലാത്തപ്പോ ഞാൻ പലിശ കൂടുതൽ ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. 4 പേരുണ്ട് ചേട്ടാ. ഇപ്പൊ മൂത്ത മോൾക്കാ കല്യാണം. ഇനി അവൾക്ക് താഴെ 3 പേരും ഉണ്ട്. നമസ്കാരം കനകദുർഗ മാഡം. നമസ്കാരം വേണുഗോപാൽ. പലിശക്ക് കൊടുത്ത് ധാരാളം സമ്പാദിച്ചു അല്ലേ? നിങ്ങൾക്ക് ഇവിടെ എന്താ പണി? അവരുടെ അനിയത്തിയുടെ കല്യാണമാ മാഡം. 5 ലക്ഷം രൂപ കടം ചോദിച്ചു വന്നിരിക്കുക. നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആളാ, ദാനം ചെയ്യുന്ന ആളല്ല. സഹതാപം തോന്നി കൊടുത്തുന്ന് വെച്ചോ. ഇന്ന് നീ വീട്ടിലുണ്ടാകും, നാളെ നീ റോട്ടിൽ കിടക്കേണ്ടി വരും. എന്നെ വിശ്വാസമാണെങ്കിൽ നിങ്ങൾക്ക് പണം തരാം. പലിശ അല്പം കൂടിയാലും കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. മറ്റുള്ളവരുടെ വാക്ക് കേൾക്കാനാണെങ്കിൽ എനിക്കിവിടെ നിൽക്കാൻ താല്പര്യമില്ല. ഗൗതം, നീ ഒന്ന് ക്ഷമിക്കേ. 5 നിമിഷം നിന്നാലും ദേഷ്യം തലക്കി പിടിച്ച് കനകദുർഗ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമെന്ന് കരുതിയോ രാധാമണി? ഞാൻ ഉറപ്പായും പോകും, തണുപ്പുള്ള AC കാറില്. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ലല്ലോ. തിരിച്ച് വെയിലില് വണ്ടിയിലല്ലേ പോകാൻ പറ്റൂ? നിങ്ങളുടെ അവസ്ഥയും ശീലവും അതായി പോയില്ലേ? പക്ഷേ പണം ഇയാളിൽ നിന്ന് വാങ്ങിയിട്ട് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ പലിശ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഈ വേണുഗോപാൽ 5 ലക്ഷം രൂപ നിങ്ങൾ പറ്റിച്ചെന്നും പറഞ്ഞ് ഹൃദയം പൊട്ടി മരിക്കാനും സാധ്യതയുണ്ട്. എന്നെപ്പറ്റി കൂടുതലായിട്ടൊന്നും വേണുഗോപാൽ സാറിന് അറിയണമെന്നില്ല. പക്ഷെ ഞാൻ ആരാണെന്ന് വ്യക്തമായിട്ട് ഇവിടെ നിൽക്കുന്ന ചിലർക്കറിയാം. ഒരു കടവും ഞാൻ ബാക്കി വെക്കാറില്ല, അത് ശത്രുക്കളായാൽ പോലും. വാശി പിടിച്ച് അധിക പലിശക്ക് കടം വാങ്ങിയാൽ അവനായിരിക്കും കഷ്ടപ്പെടുന്നത് രാധാമണി. ഞാനൊരു കാര്യം പറയട്ടെ, തെറ്റിദ്ധരിക്കില്ലല്ലോ? പറഞ്ഞോളൂ. നോക്ക്, എന്നെ വിശ്വസിക്കുന്ന ജോലിക്കാരെ ഇവര്. ഞാൻ എന്ത് പറഞ്ഞാലും അവരത് ചെയ്യും. ഇപ്പം മരിക്കാൻ പറഞ്ഞാൽ ഉടനെ അവരത് ചെയ്യും. ജീവൻ എടുക്കാൻ പറഞ്ഞാൽ അതും അവരങ്ങ് ചെയ്യും. നന്ദിയുള്ളവരാ. ഒരു കല്യാണത്തിന് ഗൗതം കടം വാങ്ങിയാൽ ഇനി 3 അനിയത്തിമാരുടെ കല്യാണത്തിന് മേൽവിലാസമില്ലാതെ പോകും. അതുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്മിയെ ഇവർക്ക് കല്യാണം കഴിച്ചു കൊടുത്താൽ സ്ത്രീധനം പോലും വാങ്ങില്ല. നിങ്ങൾ ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്ത് വളർത്തുന്ന ഈ നായ്ക്കൾക്ക് എന്റെ സഹോദരിമാരുടെ ചെരുപ്പ് തുടയ്ക്കാനുള്ള യോഗ്യത പോലുമില്ല. വേണുഗോപാൽ സാറിന്റെ കയ്യിൽ നിന്ന് പണം കടം വാങ്ങാൻ വന്ന ഒറ്റ കാരണം കൊണ്ട് ഞാൻ സമാധാനപ്പെടുക. അല്ലായിരുന്നെങ്കിൽ ഇവന്മാരിൽ ഒരുത്തന്റെ ജീവൻ എടുത്തിട്ട് ഞാൻ ഇവിടെ നിന്ന് പോവുമായിരുന്നുള്ളൂ. നിന്റെ കഴിവിനനുസരിച്ച് ഒരു കല്യാണം നടത്താൻ നോക്ക്. നിർത്തിക്കോ. എന്റെ സഹോദരിമാരെവിടെ, ഇവന്മാരെവിടെ? നിന്റെ അനിയത്തിമാരെവിടെ? നീ നല്ല കാര്യമാ പറയുന്നേ. അതേപോലെ അവരെവിടെയെന്ന് പറ. വീട്ടിലുണ്ടെന്ന് വിചാരിച്ചിരിക്കുകയാണോ? ഇല്ല. നിന്റെ വാക്കിനെ എതിർക്കില്ലെന്നും നിന്നോട് പറയാതെ വാതിൽ പടിക്ക് പുറത്ത് പോകില്ലെന്നും വലിയ വാക്കിൽ പറയുമായിരുന്നല്ലോ. ഇപ്പൊ നീ വീട്ടിലേക്ക് പോയി നോക്ക്, അവരെവിടെ ഉണ്ടോ ഇല്ലയോ എന്ന്. പെൺകുട്ടികൾ വീട്ടിലല്ലാതെ വേറെ എവിടെ പോവാനാ? അവനോട് പോകാൻ പറ, പോയി നോക്കാൻ പറ. സത്യത്തിൽ ആ 4 അനിയത്തിമാരും വീട്ടിലുണ്ടെങ്കിൽ വൈകുന്നേരം കൃത്യം 4 മണിക്ക് നാട്ടുകൂട്ടത്തിൽ വന്ന് എന്തിനാ ഈ ചോദ്യം ചോദിച്ചതെന്ന് അവിടെ പറയും. എന്നാൽ ഒരാളെങ്കിലും അവിടെ ഇല്ലെങ്കിൽ അതേ നാട്ടുകൂട്ടത്തിൽ ഗൗതം തലകുനിച്ച് നിൽക്കേണ്ടി വരും. ആ വരീനടാ. വേണു ചേട്ടാ, കാശ് തരുന്നുണ്ടോ? അനിയന് ദേഷ്യം അല്പം കൂടുതലാണെന്ന് തോന്നുന്നു.
അതിന് കാരണമുണ്ട്. അവരെന്നെയും എൻ്റെ സഹോദരിമാരെയും കുറിച്ച് എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് നിങ്ങളും കേട്ടതല്ലേ? അതുകൊണ്ട് മാത്രമാണ്. സാർ പണം താ, എവിടെയൊക്കെ ഒപ്പിടണമെന്ന് മാത്രം സാർ പറഞ്ഞാൽ മതി. അതിനുശേഷം എനിക്ക് ചെയ്തു തീർക്കാൻ ഒരു പണിയുണ്ട്, എന്നെയും എൻ്റെ സഹോദരിമാരെയും അപമാനിച്ചവർക്കുള്ളത്.